ഹായ് ഹലോ 3S ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല തട്ടുകട സ്റ്റൈല് പഴംപൊരി ആയിട്ടാണ്. നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കതിനാവശ്യമായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അതേ അളവ് തന്നെ കടലപ്പൊടിയും എടുക്കുന്നുണ്ട്. അപ്പോൾ കടലപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. വെല്ലം വേണ്ടവർ വെല്ലം ചേർക്കുക. വെല്ലം എന്ന് പറയുന്നത് ശർക്കരയാണ്. ഇപ്പോൾ ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയാണ് എടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് കുടിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ചൂടുവെള്ളത്തിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ. നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ നല്ല പഴം വീട്ടിൽ തന്നെ ഉണ്ടായതാണ് പറമ്പിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പഴംപൊരി കഴിക്കാൻ ഒരു ആഗ്രഹം. അപ്പോൾ അത് കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ഒരു 10 മിനിറ്റ്, 10 അല്ല ഒരു അരമണിക്കൂറിനടുത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൽ കൂടുതൽ സമയം വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് വറുത്ത അരിപ്പൊടിയാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്നും കൂടി അത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് 5 മിനിറ്റ് മാറ്റി വെക്കാം. ഈ പഴംപൊരിയുടെ ആഗ്രഹം സിയോണൊക്കെ ഉണ്ടായതാണ് കേട്ടോ. നമ്മളിങ്ങനെ ടൗണിലെല്ലാം പോകുന്ന സമയത്ത് തട്ടുകടയിൽ പഴംപൊരി കഴിക്കൂല. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് തട്ടുകട സ്റ്റൈലിലെ പഴംപൊരി വേണം അമ്മയെന്ന്. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. നമ്മൾ ഉണ്ടാക്കുമ്പോൾ പഴം കട്ട് ചെയ്തിട്ട് നടുക്കെ കട്ട് ചെയ്തിട്ടാണ് സാധാരണ ഉണ്ടാക്കൽ. അപ്പോൾ നീളത്തിലുള്ള പഴംപൊരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ തന്നെ നടുക്കെ കട്ട് ചെയ്യാണ്ട് നീളത്തിൽ തന്നെ നമ്മൾ തട്ടടയിലെല്ലാം ഉണ്ടാകുന്ന നേരത്തിൽ തന്നെ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ഒരു 4 പീസാണ് ആക്കുന്നത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുപ്പത്തേക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടാവുന്ന സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൂട്ടിലേക്ക് നമുക്ക് നമ്മളെ പഴം ഇട്ട് കൊടുക്കാം. ആ ചൂടായ എണ്ണയിലേക്ക് അതിട്ട് കൊടുക്കുകയാണ്. നല്ല മൊരിഞ്ഞ് വരണം, നല്ല ബ്രൗൺ കളറാവണം. ഇതുവരെ നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഴംപൊരി അതാ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പീസും കൂടി എടുത്തിട്ട് മാവിലേക്ക് ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ വറുത്ത് കോരിയെടുക്കാം നമ്മളെ പഴംപൊരിയെല്ലാം. പഴംപൊരി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ അനിയത്തിമാരെല്ലാം വിളിച്ചിട്ടുണ്ട്. കട്ടൻ ചായയും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു വൈകുന്നേരം ഇരുന്ന് കഴിക്കാൻ, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ ഒരു രസമല്ലേ. അപ്പോൾ നമ്മളെ പഴമെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പഴംപൊരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല തട്ടുകട സ്റ്റൈലിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണും വരെ ബൈ.